മുഹറം മാസം അടുത്തു വരുമ്പോൾ കർബലയെക്കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എന്തായിരുന്നു കർബല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഇമാം ഹുസൈനെ മുആവിയയുടെ മകൻ യസീദിൻ്റെ സൈന്യം കൊലപ്പെടുത്തിയ അതിദാരുണമായ ആ കൊലപാതകത്തിൻ്റെ ചരിത്രമാണ് കർബലയിലൂടെ നാം പഠിക്കുന്നത്. ഇമാം ഹുസൈനെ കൊലപ്പെടുത്തിയത് യസീദിൻ്റെ സൈന്യമായിരുന്നു എന്ന് പറയുന്ന നാം ഇമാം ഹസനെ കൊലപ്പെടുത്തിയത് ആരെന്ന് പറയാൻ തയ്യാറല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരൊറ്റ ചരിത്ര ഗ്രന്ഥത്തിൽ പോലും ഒരു ഇമാമ് പോലും യസീദിനെയോ മുആവിയയെ കുറിച്ച് മോശമായൊരു വാക്ക് പറയാൻ അനുവദിക്കുന്നില്ല. ഇമാം ഹസനെ കൊലപ്പെടുത്തിയതിൽ മുആവിയയുടെ പങ്ക് അല്ലെങ്കിൽ യസീദിൻ്റെ പങ്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമുമാർ പറയുന്നത് യസീദിനെ പോലും ശാപവാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കരുത്, കാരണം അദ്ദേഹം സ്വർഗത്തിലാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന ആദ്യ കപ്പൽപ്പടയുടെ ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ഹദീസുണ്ടെന്ന വ്യാജ ഹദീസുമായി നടക്കുന്ന സുന്നി പക്ഷത്തെ ഇമാമുമാരെ നമുക്ക് കാണാൻ സാധിക്കും. മുആവിയയും മകൻ യസീദും കൂടി ഇമാം ഹസനെ എന്തിനാണ് കൊന്നതെന്നും എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നുമുള്ള ആ ചരിത്രം നമ്മിൽ പലരും കേട്ട് കാണില്ല. കാരണം സുന്നി പക്ഷത്തിന് മുആവിയെ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവരുടെ ആശയ ആദർശങ്ങളുടെ അടിസ്ഥാനം തന്നെ തകർന്നു പോകുമെന്ന് അവർക്കറിയാം. എന്തിനായിരുന്നു മുആവിയ ഇമാം ഹസനെ കൊലപ്പെടുത്തിയത്? സിഫീൻ യുദ്ധത്തിന് ശേഷം ഒരു ചതിയിലൂടെയാണ് ഇമാം അലിയെ മുആവിയ ഒതുക്കിയത്. അതിനുശേഷം ഖവാരിജുകളാൽ ഇമാം അലി കൊല്ലപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇമാം അലിയെ കൊലപ്പെടുത്തിയത് ഖവാരിജുകളാണെന്നാണ് നാം പഠിക്കുന്നതെങ്കിലും അതിലും കുറേ ദുരൂഹതകളുണ്ട്. കാരണം ഖവാരിജുകൾക്ക് ഏറ്റവും ശത്രുതയുണ്ടായിരുന്ന മുആവിയയെയും അംർ ബിൻ ആസിനെയും അവർക്ക് കൊല്ലാൻ സാധിച്ചില്ല. അവരൊക്കെ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ ഇമാം അലി മാത്രം കറക്റ്റായിട്ട് കൊല്ലപ്പെട്ടു. അതിലൊക്കെ ഒരുപാട് ദുരൂഹതകൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇമാം അലിയുടെ കൊലപാതക വാർത്തയ്ക്ക് വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന മുആവിയക്ക്, അതിനുശേഷം അലിക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിയ മുആവിയക്ക്, പക്ഷേ ഇമാം അലി കൊല്ലപ്പെട്ട ദിവസം പറഞ്ഞത് ലോകത്തിൻ്റെ പ്രകാശം അസ്തമിച്ചു പോയി എന്നൊക്കെയുള്ള വലിയ കാപട്യം നിറഞ്ഞ ഡയലോഗുകളായിരുന്നു. എന്തിനായിരുന്നു ഈ കാപട്യം? ഇത്രയ്ക്ക് അലിയോട് ബഹുമാനമുണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ യുദ്ധം ചെയ്യാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ട ശേഷമെങ്കിലും അദ്ദേഹത്തിനും കുടുംബത്തിനുമെതിരെ നടത്തിയ ശാപപ്രാർത്ഥനയെങ്കിലും ഒഴിവാക്കാമായിരുന്നു. അതുപോലും ചെയ്യാതിരുന്ന മുആവിയയാണ് ഇമാം അലി കൊല്ലപ്പെടുന്ന സമയത്ത് ലോകത്തിൻ്റെ പ്രകാശം പോയി എന്നൊക്കെയുള്ള വലിയ കാപട്യം നിറഞ്ഞ ഡയലോഗുകൾ പറയുന്നത്. ഇമാം അലി കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്ലാമിക സമൂഹം, മക്കയും മദീനയും ഉൾപ്പെടുന്ന ഇസ്ലാമിക സമൂഹം പ്രവാചകന്റെ പേരക്കുട്ടിയായ ഇമാം അലിയുടെ മകനായ ഇമാം ഹസനെ തന്നെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു. കാരണം പ്രവാചകന്റെ കുടുംബത്തിൽ ജനിച്ചു എന്നത് ഒരിക്കലും ഒരു അയോഗ്യതയല്ലല്ലോ. അദ്ദേഹം സ്വഹാബിയാണ്, അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ മുആവിയ എന്താണ് ചെയ്തത്? ആ സൈന്യത്തിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ അതിനെ എല്ലാവിധത്തിലും തകർക്കാൻ വേണ്ടി യുദ്ധസന്നാഹങ്ങളുമായി പുറപ്പെട്ടു. 6 മാസത്തിന് ശേഷം ഇമാം ഹസന് സ്വന്തം സൈന്യത്തിൽ നിന്ന് തന്നെ ധാരാളം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹം എല്ലാ തരത്തിലും സങ്കടപ്പെടുകയും ഈ ഒരു അവസ്ഥക്ക് മാറ്റമുണ്ടാകാൻ വേണ്ടി ഭരണം മുആവിയയെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനെ സുന്നികൾ വലിയൊരു സംഭവമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ ഉമ്മത്തിൻ്റെ വിജയമായിട്ടൊക്കെയാണ് അവതരിപ്പിക്കാറ്. യഥാർത്ഥത്തിൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ദുരന്തത്തെ ഏറ്റെടുക്കുന്ന പോലെയായിരുന്നു. പക്ഷേ ചരിത്രം പിന്നീട് മനസ്സിലാക്കുമ്പോൾ അത് തന്നെ ഒരു വലിയ ദുരന്തമായിരുന്നു എന്ന് മനസ്സിലാക്കാം. മുആവിയക്ക് ഇമാം ഹസൻ അധികാരം കൈമാറുമ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചില നിബന്ധനകൾ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്കിതിൻ്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശേഷം ഇസ്ലാമിക സമൂഹം ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം ഞാനായിരിക്കും ഭരണത്തിൽ വരിക. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇമാം ഹസൻ മുആവിയക്ക് അധികാരം കൈമാറുന്നത്. മുആവിയ ഭരണം ഏറ്റെടുത്ത ശേഷം 10 കൊല്ലം കഴിഞ്ഞ് ഇമാം ഹസൻ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. എന്തായിരുന്നു ആ കൊലപാതകത്തിൻ്റെ കാരണം? മുആവിയ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും അദ്ദേഹത്തിൻ്റെ തോന്നിവാസത്തെയും ഇമാം ഹസൻ തനിക്ക് കഴിയുന്ന രൂപത്തിലേക്ക് എതിർക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇമാം ഹസൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം തൻ്റെ മകനായ യസീദിനെ ഒരിക്കലും അടുത്ത ഭരണാധികാരിയായി നിയമിക്കാൻ സാധിക്കില്ലെന്നും മുആവിയക്ക് മനസ്സിലായി. അപ്പോൾ മുആവിയക്ക് മുമ്പിലുള്ള ഒരൊറ്റ വഴി ഇമാം ഹസനെ ഇല്ലാതാക്കുക എന്നത് മാത്രമായിരുന്നു. മുആവിയയും യസീദും ചേർന്നുകൊണ്ട്
ഇമാം ഹസനെ ഇല്ലായ്മ ചെയ്യാനായി ഒരു പദ്ധതി തയ്യാറാക്കി. ജഅദ ബിൻ അഷസ് എന്ന ഇമാം ഹസന്റെ ഭാര്യയെ സ്വാധീനിക്കുക. അഷസ് ബിൻ കൈസ് എന്ന ചതിയുടെയും വഞ്ചനയുടെയും ആൾരൂപമായ ഒരു വ്യക്തിത്വമായിരുന്നു ജഅദയുടെ പിതാവ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്ന് യസീദും മുആവിയയും കണക്കുകൂട്ടി. അവർ ജഅദയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇമാം ഹസനെ വിഷം കൊടുത്ത് കൊല്ലുകയാണെങ്കിൽ പിന്നെ യസീദ് ആയിരിക്കും അടുത്ത ഭരണാധികാരി. യസീദാണെങ്കിൽ നിന്റെയും ആയിരിക്കും. ഒരു ഭാഗത്ത് യസീദ് എന്ന ഭരണാധികാരിയുടെ ഭാര്യയാവുക, മറുഭാഗത്ത് ധാരാളം സമ്പത്തും മുആവിയ ജഅദക്ക് വാഗ്ദാനം ചെയ്തു. ഇത് പ്രകാരമാണ് ജഅദ ബിൻ അഷസ് എന്ന ഭാര്യ ഇമാം ഹസനെ വിഷം കൊടുത്ത് കൊല്ലുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ജഅദ നേരെ യസീദിൻ്റെ അടുക്കിലേക്ക് ചെന്നു. മുആവിയ അവരോട് പറഞ്ഞു, പ്രവാചകന്റെ പേരക്കുട്ടിയായ ഇമാം ഹസനെ ദുനിയാവിലെ ചെറിയ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് കൊല്ലാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മകനെ നിനക്ക് വിവാഹം ചെയ്തു തരിക? ഇത്തരത്തിലുള്ള വഞ്ചനകളിലൂടെയാണ് മുആവിയ അധികാരം നിലനിർത്തിയത്. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. 10 വർഷത്തോളം പിന്നെയും മുആവിയ ഇസ്ലാമിക സമൂഹത്തെ അടക്കി ഭരിച്ചു. തൻ്റെ മരണശേഷം അടുത്ത ഖലീഫയായി തെമ്മാടിയായ തൻ്റെ മകൻ യസീദിനെ ആക്കണമെന്ന് അദ്ദേഹത്തിന് വല്ലാതെ ആഗ്രഹമുണ്ടായി. അത് പ്രകാരം അദ്ദേഹം അതിനുള്ള നീക്കങ്ങളിൽ വ്യാപൃതനായി. പ്രമുഖരായ സ്വഹാബികളെ അതിലേക്ക് നിർബന്ധിച്ചു. അതിനെ തുടർന്നാണ് കർബലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കർബല വരെ പ്ലാൻ ചെയ്യുന്നത് മുആവിയയാണ്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം.